ഋതുമന്ത്ര, നിന്റെ മുൻപിൽ ഇപ്പോൾ 2 വഴികളേയുള്ളൂ. ഒന്നുകിൽ നിന്റെ ഈ അനിയന്റെ കുഞ്ഞുകഴുത്തിൽ എന്റെ പടയാളിയുടെ വാളിറങ്ങുന്നത് നിനക്ക് കാണാം, അല്ലെങ്കിൽ രാജകുമാരന്റെ ചോര വീണ് നിന്റെ അരങ്ങേറ്റം ഗംഭീരമാക്കാം. ഏതാണ് നിനക്ക് കൂടുതൽ ലാഭം? തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ രാജകുടുംബമായ കുമാരപുരം രാജകൊട്ടാരത്തിന്റെ മന്ത്രിമുഖ്യൻ ചെന്നിച്ചേരി രാഘവക്കുറുപ്പിന്റെ അട്ടഹാസമായിരുന്നു ആ കേട്ടത്. ഋതുമന്ത്ര തകർന്നുപോയി. മഴയും കാറ്റും ആർത്തലയ്ക്കുന്ന ആ പഴയ കപ്പൽശാലയിൽ മന്ത്രി ചെന്നിച്ചേരിയുടെ പടയാളി തന്റെ കുഞ്ഞനുജൻ കണ്ണന്റെ കഴുത്തിൽ വാൾ അമർത്തിവെച്ചിരിക്കുകയാണ്. പ്രഭു, അവനൊന്നും അറിയില്ല. വിശപ്പ് സഹിക്കവയ്യാതെ അവൾ വാക്കുകൾക്കായി തപ്പി. ന്യായീകരണങ്ങൾ എനിക്ക് കേൾക്കണ്ട, മന്ത്രി ഗർജിച്ചു. തിരുവിതാംകൂറിന്റെ അഭിമാനമായ, സർവരും കൊതിക്കുന്ന നിന്റെ ആ വശ്യമായ സൂര്യനൃത്തത്തിന്റെ അവസാന ചുവടിൽ യുവരാജൻ ആദിത്യവർമ്മൻ മരണമടയണം. നിന്റെ ചിലങ്കയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ കൊടിയ വിഷമുന അവന്റെ നെഞ്ചിൽ തറയ്ക്കണം. ഇല്ലെങ്കിൽ ഇന്ന് നീ നിന്റെ അനുജന്റെ ആ കുഞ്ഞു തല പുഴയിൽ അനാഥമായി ഒഴുകി നടക്കുന്നത് കാണേണ്ടി വരും. ഏറ്റവും മികച്ച നർത്തകി എന്ന പദവിക്ക് പിന്നിൽ ഇത്രയും വലിയൊരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മഴയുടെ ശബ്ദത്തിനൊപ്പം അവളുടെ ഹൃദയമിടിപ്പും കൂടി. അവൾ പതിയെ തലയാട്ടി. ആയുധമില്ലാത്ത തന്റെ പോരാട്ടം ഇവിടെ തുടങ്ങുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കുമാരപുരം കൊട്ടാരത്തിലെ നൃത്തവേദി. കൊട്ടാരമന്ദിരം വിളക്കുകളാൽ പ്രഭാപൂരിതമാണ്. വിദേശ പ്രതിനിധികളും പ്രഭുക്കന്മാരും നിറഞ്ഞ സദസ്സ്. നടുവിൽ സപ്തവർണ്ണങ്ങളാൽ അലങ്കരിച്ച വേദിയിൽ ഋതുമന്ത്ര നൃത്തം തുടങ്ങാൻ തയ്യാറെടുക്കുന്നു. അവളുടെ ചിലങ്കയിലെ കിലുക്കം സാധാരണയേക്കാൾ കനത്തതായിരുന്നു. അതിനുള്ളിൽ മാരകമായ രാജവെമ്പാലയുടെ വിഷം പുരട്ടിയ വെള്ളിമുന ഒളിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി ചെന്നിച്ചേരിയുടെ കുടിലതന്ത്രങ്ങളിൽ ഏറ്റവും മൂർച്ചയുള്ളത്. കുമാരപുര മഹാരാജാവായ ശ്രീ ആയില്യൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുത്രകാമേഷ്ടി യാഗത്തിലൂടെ ലഭിച്ച മകനാണ് യുവരാജൻ ആദിത്യവർമ്മ, കുമാരപുരം സാമ്രാജ്യത്തിന്റെ ഏകാവകാശി. ആദിത്യവർമ്മൻ ജനിച്ചിരുന്നില്ലെങ്കിൽ ആ കിരീടവും ചെങ്കോലും ചെന്നു ചേരേണ്ടിയിരുന്നത് മന്ത്രി ചെന്നിച്ചേരി രാഘവന്റെ കൈവെള്ളയിലേക്കായിരുന്നു. പ്രായാധിക്യം കാരണം മഹാരാജാവ് ഇപ്പോൾ രാജഭരണത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ആദിത്യവർമ്മന്റെ പട്ടാഭിഷേകത്തിനുള്ള നാളുകൾ അടുത്തു കഴിഞ്ഞു. അധികാരം കയ്യിൽ നിന്നും എന്നേക്കുമായി വഴുതിപ്പോകുമെന്ന് തിരിച്ചറിഞ്ഞ ചെന്നിച്ചേരി ആ അവസാന നിമിഷത്തിനായി കുറുക്കന്റെ ബുദ്ധിയുമായി പതിയിരിക്കുകയാണ്. ആദിത്യവർമ്മന്റെ ചോര വീഴുന്ന മണ്ണിൽ തന്റെ സിംഹാസനം പണിയാനുറച്ച ചെന്നിച്ചേരിയുടെ ക്രൂരമായ കരുനീക്കമായിരുന്നു ഋതുമന്ത്രയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ആ കരാർ. ചുറ്റും വാദ്യഘോഷങ്ങൾ മുഴങ്ങി. അവൾ വേദിയിലേക്ക് ചുവടുവെച്ചു. ഓരോ ചലനത്തിലും അവൾ തന്റെ ലക്ഷ്യത്തെ, യുവരാജാവിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. നൃത്തത്തിന്റെ വേഗത കൂടുന്തോറും അവളുടെ ഹൃദയമിടിപ്പും കൂടി. സദസ്സിന്റെ മുൻനിരയിൽ പുഞ്ചിരിയോടെയിരിക്കുന്ന രാജകുമാരൻ, 12 വയസ്സ് മാത്രം വരുന്ന ഒരു ബാലൻ. അവളുടെ ഉള്ളുപിടഞ്ഞു. അരങ്ങിലെ ആ മാസ്മരിക നൃത്തത്തിൽ കാണികളെല്ലാം മനം മറന്ന് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഋതുവിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യവും പൂർണ്ണതയാർന്ന അംഗലാവണ്യവും വശ്യമായ മെയ്വഴക്കവും ആ സാമ്പ്രദായിക നൃത്തരൂപത്തിന് അഭൗമമായ ഒരു പരിവേഷം നൽകി. ഓരോ ചുവടിലും അവൾ കാണികളുടെ ശ്വാസം പിടിച്ചു നിർത്തുകയായിരുന്നു. അവസാനത്തെ ചുവടിലേക്ക് കടക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. അവളുടെ ഹൃദയതാളം അതിക്രമിച്ചു. തന്റെ അനുജൻ കണ്ണന്റെ ആ കുഞ്ഞോമന മുഖം. അവൾ കണ്ണുനീരിനെ പിടിച്ചു നിർത്തി. അവൾ ചിലങ്കയിൽ ഒന്നമർത്തിയാൽ ആ വിഷമുന കുതിച്ചു പായും. അവൾ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി. പക്ഷെ പെട്ടെന്നാണത് സംഭവിച്ചത്. രാജകുമാരന്റെ തൊട്ടുപിന്നിൽ കൈകൾ കെട്ടി ഗൗരവത്തിൽ നിൽക്കുന്ന ആ രൂപം അവൾ കണ്ടു. സൈന്യാധിപൻ ആര്യൻ. വർഷങ്ങൾക്ക് മുൻപ് തന്റെ ജീവിതത്തിൽ നിന്ന് യാതൊരു സൂചനയും നൽകാതെ അപ്രത്യക്ഷനായ തന്റെ പ്രിയപ്പെട്ടവൻ. അവളുടെ ഉള്ളിലെ പ്രണയവും നൊമ്പരവും ആര്യൻ എന്ന പേരായിരുന്നു. ഇന്ന് അവനിതാ രാജകുമാരന്റെ അംഗരക്ഷകനായി നിൽക്കുന്നു. കാലങ്ങൾക്ക് ശേഷം അവനീ ദിവസം എത്തിയതിന്റെ പൊരുൾ എന്താണ്? അവൾക്ക് ഉൾക്കിടിലം കൊണ്ടു. ആര്യന്റെ തീക്ഷണമായ കണ്ണുകൾ സദസ്സിലൂടെ പായുകയായിരുന്നു. ഇടയ്ക്ക് ആ കണ്ണുകൾ ഋതുവിന്റെ കണ്ണുകളിൽ ഉടക്കി. ഒരു നിമിഷം ലോകം നിശ്ചലമായതുപോലെ. ഋതുവിന്റെ ചുവടുകൾ പിഴച്ചു. പാദസരത്തിൽ അമർത്താൻ തുനിഞ്ഞ അവളുടെ വിരലുകൾ തളർന്നുപോയി. ആര്യൻ. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അതേ നിമിഷം സദസ്സിന്റെ ഒരു മൂലയിൽ നിന്ന് ഒരു മിന്നൽ പോലെ എന്തോ ഒന്ന് പാഞ്ഞു വരുന്നത് ഋതു കണ്ടു. ഒരമ്പെയ്ത്തുകാരൻ.
ആര്യൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അതേ നിമിഷം സദസ്സിന്റെ ഒരു മൂലയിൽ നിന്ന് ഒരു മിന്നൽ പോലെ എന്തോ ഒന്ന് പാഞ്ഞു വരുന്നത് ഋതു കണ്ടു. ഒരമ്പെയ്ത്തുകാരൻ. അവൻ രാജകുമാരനെ ലക്ഷ്യം വെച്ച് വില്ലുകുലച്ചിരിക്കുന്നു. മറ്റൊരു കൊലയാളി, മന്ത്രി ചെന്നിച്ചേരിയുടെ ഒളിയമ്പ്. ആര്യൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ആ അമ്പ് രാജകുമാരന്റെ ജീവനെടുക്കും. അദ്ദേഹത്തെ രക്ഷിക്കാൻ ഇപ്പോൾ ഋതുവിന് മാത്രമേ സാധ്യമാകൂ. എന്നാൽ ചെന്നിച്ചേരിയുടെ ക്രൂരമുഖം അവളെ ഭയപ്പെടുത്തി. അവൾക്ക് ചിന്തിക്കാൻ സമയമില്ലായിരുന്നു. രാജകുമാരനെ കൊല്ലാൻ വന്നവളാണ്. എന്നാലും തന്റെ രാജ്യത്തോടും രാജാവിനോടുമുള്ള കടമയും അവളെ വീർപ്പുമുട്ടിച്ചു. നിഷ്കളങ്കമായ ആ രാജകുമാരന്റെ പുഞ്ചിരി കണ്ടപ്പോൾ തന്റെ കർത്തവ്യവും ഭയവും ഋതു മറന്നുപോയി. മനസ്സിലുറപ്പിച്ച കൊലപാതകിയല്ല, മറിച്ച് രക്ഷകയാകാനാണ് അവളുടെ ഉള്ളിലെ നിയോഗം വെമ്പിയത്. ഒരു നിമിഷം പോലും പാഴാക്കാതെ മിന്നൽ വേഗത്തിൽ അവൾ വായുവിലേക്ക് ഉയർന്നു ചാടി. താൻ ആടിത്തീർത്ത നൃത്തത്തിന്റെ ഭാഗമെന്നോണം കയ്യിലുണ്ടായിരുന്ന ചെറിയ നൃത്തവാൾ വീശി ആ കൊലയാളി അയച്ച മാരകമായ അമ്പിനെ അവൾ പാതിവഴിയിൽ തകർത്തെറിഞ്ഞു. സദസ്സ് ഞെട്ടിപ്പോയി. സംഗീതം നിലച്ചു. ആര്യൻ മിന്നൽ വേഗത്തിൽ വാളൂരി രാജകുമാരനു ചുറ്റും കാവൽ നിന്നു. പടയാളികൾ കൊലയാളിയെ പിടികൂടാനോടി. യുവരാജാവിനെ രക്ഷിച്ച നർത്തകി! സദസ്സിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. മന്ത്രി ചെന്നിച്ചേരി ദൂരത്ത് നിന്ന് പല്ലെറുക്കുന്നത് ഋതു കണ്ടു. തന്റെ പദ്ധതി പൊളിഞ്ഞതിന്റെ പക ആ കണ്ണുകളിലുണ്ടായിരുന്നു. കൊട്ടാരത്തിലെ ബഹളങ്ങൾ അടങ്ങി. രാജകുമാരൻ ഋതുവിനെ അഭിനന്ദിച്ചു. അവൾക്ക് പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ ഋതുവിന്റെ മനസ്സ് കപ്പൽശാലയിലായിരുന്നു. മന്ത്രിയുടെ വാൾമുനയിൽ നിൽക്കുന്ന തന്റെ അനുജൻ. രാജാവിനോട് പറഞ്ഞാലോ? വേണ്ട, ചെന്നിച്ചേരി അപ്പോഴത്തേക്കും മാനത്ത് കണ്ടു കാണും. തന്റെ അനുജന്റെ ജീവനറ്റ ശരീരം പോലും തനിക്ക് ലഭിക്കില്ല. വേദിയിൽ നിന്ന് ഇറങ്ങി ഇരുണ്ട ഇടനാഴിയിലൂടെ അവൾ നടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ശക്തമായ കൈ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. അവളെ മതിലിനോട് ചേർത്ത് നിർത്തി ആ രൂപം മുന്നിൽ വന്നു. ആര്യൻ. അവന്റെ മുഖത്ത് പ്രണയമല്ലായിരുന്നു, മറിച്ച് തീപ്പൊരി പാറുന്ന സംശയമായിരുന്നു. അവൻ തന്റെ മറുപുറത്തേക്കായി പതിയെ ഉയർത്തി. അവന്റെ വിരലുകൾക്കിടയിൽ തിളങ്ങുന്ന ആ വെള്ളിമുനയുണ്ടായിരുന്നു. ഋതുവിന്റെ ചിലങ്കയിൽ നിന്ന് വീണുപോയ അതേ വിഷമുന. അവൻ അത് അവളുടെ തൊണ്ടയ്ക്ക് താഴെ അമർത്തി. അവന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് സ്നേഹം കൊണ്ടായിരുന്നില്ല. ഈ മുനയിൽ പുരട്ടിയിരിക്കുന്നത് മാരകമായ വിഷമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല, ആര്യൻ പറഞ്ഞു. നീ ഇന്നാ കൊലയാളിയെ തടഞ്ഞത് രാജകുമാരനെ രക്ഷിക്കാനാണോ, അതോ നിന്റെ ലക്ഷ്യം മറ്റാരും തട്ടിയെടുക്കാതിരിക്കാനാണോ? ഋതു ഒന്നും മിണ്ടിയില്ല. അവളുടെ ശ്വാസം ആര്യന്റെ മുഖത്ത് തട്ടി. പറയൂ ഋതുമന്ത്ര. ആര്യൻ ആ വിഷമുന അവളുടെ ചർമ്മത്തിൽ അല്പം കൂടി അമർത്തി. നീ ആരാണ്? ഈ രാജ്യത്തെ രക്ഷിക്കാൻ വന്ന നായികയോ, അതോ നെഞ്ചിൽ വിഷമൊളിപ്പിച്ച ഒരു വിഷസർപ്പമോ? ഋതുവിന്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ആ വിഷമുനയിലേക്ക് വീണു. ആ ഇരുണ്ട ഇടനാഴിയിൽ അവരുടെ ശ്വാസത്തിന്റെ ശബ്ദം മാത്രം ബാക്കിയായി. കുമാരപുരം കൊട്ടാരത്തിന്റെ ഉൾത്തളങ്ങൾ അശാന്തമായിരുന്നു. യുവരാജാവിന് നേരെയുണ്ടായ വധശ്രമം പരാജയപ്പെട്ടെങ്കിലും കൊട്ടാര മതിലുകൾക്കുള്ളിൽ ഭീതിയുടെ കരിനിഴൽ വീണുകഴിഞ്ഞു. രാജകുമാരനെ രക്ഷിച്ച നർത്തകിയായി ഋതുമന്ത്ര വാഴ്ത്തപ്പെടുമ്പോഴും ചെന്നിച്ചേരി രാഘവൻ എന്ന കുറുക്കന്റെ കണ്ണുകൾ അവളുടെ ഓരോ ചലനങ്ങളെയും പിന്തുടരുന്നുണ്ടായിരുന്നു. മഹാരാജാവിന്റെ കൽപ്പന കർശനമായിരുന്നു. ആ നർത്തകിക്ക് ഇനിയൊരു അപകടം സംഭവിക്കരുത്. കൊലയാളി ഇനിയും വന്നേക്കാം. സൈനാധിപൻ ആര്യൻ തന്നെ അവൾക്ക് കാവൽ നിൽക്കട്ടെ. പക്ഷേ ആ കാവൽ ഒരു സംരക്ഷണമായിരുന്നില്ല. അതൊരു നിശബ്ദമായ വിചാരണയായിരുന്നു. അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ കൊട്ടാരത്തിലെ പടുകൂറ്റൻ വാഗമരങ്ങൾക്കിടയിലൂടെ നിലാവ് അരിച്ചിറങ്ങുന്നു. പൂന്തോട്ടത്തിലെ താമരക്കുളത്തിനരികിൽ ഋതുമന്ത്ര തനിച്ചിരിക്കുകയായിരുന്നു. കയ്യിലെ ആ ചെറിയ നൃത്തവാൾ അവൾ വെറുതെ തലോടിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സ് പുകയുന്നുണ്ട്. തന്റെ അനുജൻ കണ്ണൻ ഇപ്പോഴെവിടെയായിരിക്കും? ചെന്നിച്ചേരി അവനെ എന്തു ചെയ്തിട്ടുണ്ടാകും? പെട്ടെന്ന് കരിയിലകൾക്ക് മുകളിലൂടെ ആരോ നടന്നുവരുന്ന ശബ്ദം. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾക്കറിയാമായിരുന്നു അതാരാണെന്ന്. ആ ഗന്ധം, ആ കാലടികളുടെ താളം, അത് അവൾക്കത്രമേൽ പരിചിതമാണ്. രാജകുമാരന്റെ രക്ഷകയ്ക്ക് ഉറക്കം വരുന്നില്ലേ? ആര്യന്റെ പരുക്കൻ സ്വരം വായുവിൽ തങ്ങി നിന്നു. ഋതു എഴുന്നേറ്റു. അവൾ അവനെ നോക്കിയില്ല. കാവൽ നിൽക്കാൻ വന്നവർ ചോദ്യം ചോദിക്കരുതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് സൈന്യത്തലവ. കാവൽ നിൽക്കുന്നത് ശത്രുക്കളിൽ നിന്നാണ്. എന്നാൽ ശത്രു കൂടെ തന്നെ ഇരിക്കുമ്പോൾ കാവൽക്കാരന് വിചാരണക്കാരനാവേണ്ടി വരും. ആര്യൻ അവൾക്ക് അഭിമുഖമായി നിന്നു.
അവന്റെ കയ്യിൽ ആ വെള്ളിമുന നിലാവിൽ തിളങ്ങി. ഋതു, നിന്റെ ചിലങ്കയിലെ മുനയിൽ എന്തിനാണ് വിഷം പുരട്ടിയത്? നീ ഇന്ന് ആ അമ്പിനെ തടഞ്ഞത് രാജകുമാരനെ രക്ഷിക്കാനാണോ, അതോ ചെന്നിച്ചേരിയുടെ മറ്റൊരു തന്ത്രമാണോ ഇത്? വിശ്വസിക്കാത്തവരോട് സത്യം പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. സത്യം നീ പറയില്ല, എന്നാൽ നിന്റെ ഉള്ളിലെ ആ പഴയ ഋതുവിനെ എനിക്ക് കാണണം. അവളുടെ വാളിന് സത്യത്തിന്റെ മൂർച്ചയുണ്ടായിരുന്നു. ആര്യൻ പെട്ടെന്ന് തന്റെ ഉറയിൽ നിന്ന് വാൾ വലിച്ചൂരി. നിലാവൊളിയേറ്റ് ആ വാൾത്തല മിന്നി. ഒരു താക്കീതുമില്ലാതെ അവൻ അവൾക്ക് നേരെ പാഞ്ഞു ചെന്നു. ഋതു ഒഴിഞ്ഞുമാറി. അവളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ നൃത്തവാൾ പ്രതിരോധത്തിനായി ഉയർന്നു. അവിടെ ആ തടാക തീരത്ത് ഒരു നിശബ്ദമായ കളരിപ്പയറ്റരങ്ങേറി. ശബ്ദമുണ്ടാക്കാതെ ശ്വാസം പോലും അടക്കി പിടിച്ചുകൊണ്ടുള്ള പോരാട്ടം. ആര്യന്റെ വാളുകൾ കാറ്റിൽ ചീറുന്ന ശബ്ദം മാത്രം. ഋതുവിന്റെ മെയ്വഴക്കം ഒരു നൃത്തം പോലെയുണ്ടായിരുന്നു. അവൾ അവന്റെ ഓരോ അടവിനെയും അതിവിദഗ്ധമായി തടഞ്ഞു. പണ്ട് അവർ ഒരുമിച്ച് കളരി അഭ്യസിച്ചിരുന്ന കാലത്തെ ഓർമ്മകൾ ഓരോ ചുവടിലും മിന്നിമറഞ്ഞു. നീ ഒളിക്കുന്നു ഋതു, നിന്റെ ചുവടുകളിൽ ഭയമുണ്ട്. ആര്യൻ ആഞ്ഞുവെട്ടി. ഭയമല്ല ആര്യൻ, പുച്ഛമാണ്. എന്നെ സംശയിക്കുന്ന നിന്റെ ബുദ്ധിയോട് പുച്ഛം. ഒരു മിന്നൽ വേഗത്തിൽ ആര്യൻ അവളുടെ വാളിനെ തട്ടിത്തെറിപ്പിച്ചു. അവൾ നിലത്ത് വീഴാൻ തുടങ്ങിയപ്പോൾ അവൻ അവളുടെ ഇടതുകൈയിൽ പിടിച്ചു വലിച്ചു. അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. ആര്യന്റെ ശ്വാസം അവളുടെ നെറ്റിയിൽ തട്ടി. അവന്റെ വലതുകൈ അവളുടെ തോളിലെ വസ്ത്രത്തിൽ മുറുകി. പെട്ടെന്ന് അവൻ തന്റെ അങ്കിയുടെ മുകൾ ഭാഗം അല്പം നീക്കി. അവന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്ത് ഹൃദയത്തിന് തൊട്ടുമുകളിൽ പഴയൊരു മുറിപ്പാട്, മായാത്ത ഒരു വടു. ഇത് നിനക്കോർമ്മയുണ്ടോ? ആര്യന്റെ ശബ്ദമിടറി. 6 വർഷം മുൻപ് നീ എനിക്ക് നൽകിയ സമ്മാനം. അന്ന് നീ എന്റെ നെഞ്ചിൽ തറച്ച ആ ചെറിയ കത്തി, അത് വിഷം പുരട്ടിയതായിരുന്നില്ല. പക്ഷേ അത് തന്ന വേദന ഈ മുറിവിനേക്കാൾ വലുതായിരുന്നു. അന്ന് നീ എന്നെ കൊല്ലാതെ വിട്ടത് എന്തിനാണ്? ഇന്നും അതേ നാടകമാണോ നീ ആടുന്നത്? ഋതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് ഒന്നും പറയാനാകുമായിരുന്നില്ല. അവൾ ആ മുറിപ്പാടിലേക്ക് വിരലുകൾ നീട്ടി. ആ സ്പർശനത്തിൽ ആര്യൻ ഒരു നിമിഷം തളർന്നുപോയി. അവന്റെ കയ്യിലെ വാൾ താഴ്ന്നു. അവന്റെ കണ്ണുകളിലെ ക്രോധം മാഞ്ഞു. പകരം പഴയ ആ പ്രണയത്തിന്റെ നൊമ്പരം നിറഞ്ഞു. ദൂരെ ഒരു മരത്തണലിന്റെ കരിനിഴലിൽ നിന്ന് മന്ത്രി ചെന്നിച്ചേരി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് ഒരു ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. സൈന്യാധിപൻ ആര്യൻ, നിന്റെ ബലഹീനത ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞു. ആ നർത്തകിയുടെ കണ്ണിൽ നീ ഉരുകിപ്പോകുന്നു. നിന്റെ ഈ വീഴ്ച മതി എനിക്ക് കുമാരപുരം കീഴടക്കാൻ. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദൂരെ നിന്ന് ഒരു ഭയാനകമായ നിലവിളി ഉയർന്നു. കൊട്ടാരത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള വൈദ്യശാലയിൽ നിന്നായിരുന്നു അത്. ആര്യനും ഋതുവും ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ആര്യൻ പെട്ടെന്ന് തന്റെ വസ്ത്രങ്ങൾ ശരിയാക്കി വാൾ ഉറയിലിട്ടു. അവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. വൈദ്യശാലയുടെ വാതിൽക്കൽ പടയാളികൾ തടിച്ചുകൂടിയിരിക്കുന്നു. അകത്ത് തറയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് യുവരാജാവിന്റെ പ്രിയപ്പെട്ട വൈദ്യൻ കുഞ്ഞിക്കണ്ണനായിരുന്നു. രാജകുമാരന് നൽകാനുള്ള മരുന്ന് തയ്യാറാക്കുന്നതിനിടയിൽ ആരോ അദ്ദേഹത്തിന്റെ കഴുത്തറുത്തിരിക്കുന്നു. ബഹളങ്ങൾക്കിടയിലൂടെ ആര്യൻ അകത്തേക്ക് കയറി പരിശോധിച്ചു. പെട്ടെന്ന് വൈദ്യരുടെ മൃതദേഹത്തിന് തൊട്ടടുത്തായി തറയിലെ ഒരു വിള്ളലിൽ തിളങ്ങുന്ന എന്തോ ഒന്ന് അവന്റെ കണ്ണിൽപ്പെട്ടു. അവൻ കുനിഞ്ഞ് അതെടുത്തു. അതൊരു സ്വർണ്ണ നിറത്തിലുള്ള മുടിപ്പിനായിരുന്നു. വശ്യമായ കൊത്തുപണികളുള്ള ഋതുമന്ത്രയെപ്പോലുള്ള നർത്തകിമാർ മാത്രം ധരിക്കാറുള്ള തരം മുടിപ്പിൻ. ആര്യന്റെ നെഞ്ചു പിടഞ്ഞു. അവൻ തിരിഞ്ഞു നോക്കി. ഋതു വാതിൽക്കൽ ഭയന്നു നിൽക്കുകയാണ്. അവളുടെ കണ്ണുകളിലെ ഭയം എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ അവന് സമയം വേണ്ടിവന്നു. അവൻ ആരും കാണാതെ ആ മുടിപ്പിന് തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് പുറത്തേക്കിറങ്ങി. നിൽക്കവിടെ! പേടിച്ച് അവനിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ഋതുവിനെ അവൻ തടഞ്ഞു. ഇത് നിന്റേതല്ലേ? അവൻ അവളോട് ചോദിച്ചു. എന്റേതല്ല, അവൾ നിസ്സഹായയായി പറഞ്ഞു. അവൻ അവളെ ചുമരിനോട് ചേർത്ത് നിർത്തി കഴുത്ത് ഞെരിച്ചു. സത്യം പറ, ഇല്ലെങ്കിൽ അവൻ ഭീഷണിപ്പെടുത്തി. സത്യമായോ എന്റേതല്ല, എന്നെ വിശ്വസിക്കേ, സത്യമാണ് ഞാൻ പറയുന്നത്, അവൾ കെഞ്ചി. നിന്റെ കണ്ണിൽ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. സത്യം പറ, എന്താ നിന്റെ ഉദ്ദേശം? എന്താ നീ മറച്ചു വെക്കുന്നത്? അവൻ അവളുടെ കഴുത്തിൽ പിടിച്ച കൈ മുറുക്കി. ഞാനെല്ലാം പറയാം ചെന്നിച്ചേരി. അവൻ ഞെട്ടി അവളെ നോക്കി. എനിക്ക് സംശയമുണ്ടായിരുന്നു, എന്നാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല.
ഇത് ചെന്നിച്ചേരിയുടെ അടുത്ത തന്ത്രമാണെന്ന് അവൻ ഉറപ്പായി. ഋതുവിനെ ഈ കൊലപാതകത്തിൽ കൊടുക്കാൻ അയാൾ തെളിവ് നട്ടതാണ്. അവൻ ആ മുടിപ്പിൻ പുറത്തെടുത്ത് നോക്കി. ഇപ്പോൾ എല്ലാം തന്റെ വരുതിയിലാണെന്ന് ആര്യൻ വിശ്വസിച്ചു. എന്നാൽ അവൻ മരണസ്ഥലത്ത് വെച്ച് ആ പിൻ എടുക്കുന്നത് വാതിൽക്കൽ കാവൽ നിന്നിരുന്ന വിശ്വസ്തനായ ഒരു രാജഭടൻ കണ്ടുകഴിഞ്ഞിരുന്നു. ആ ഭടൻ അപ്പോൾ തന്നെ പിന്നോട്ടു മാറി ചെന്നിച്ചേരിയുടെ അടുത്തേക്ക് ഓടിയെത്തി. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ സംഭവസ്ഥലത്തേക്ക് പടയാളികൾക്കിടയിലൂടെ ചെന്നിച്ചേരി രാഘവൻ പുഞ്ചിരിയോടെ കടന്നുവന്നു. ആര്യൻ അവിടെ സന്നിഹിതനായിരുന്നു. അയാൾ ആര്യന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, സൈന്യാധിപ, കൊലയാളി എത്ര സമർത്ഥനായാലും ചില അടയാളങ്ങൾ ബാക്കി വയ്ക്കാതിരിക്കില്ല. ഈ ചോരക്കളത്തിൽ താങ്കളുടെ കണ്ണിലുടക്കുന്ന തരത്തിൽ എന്തെങ്കിലും തെളിവുകൾ അവശേഷിച്ചിട്ടുണ്ടാകുമല്ലോ. ഒന്നും താങ്കൾ കണ്ടില്ലേ? ആര്യന്റെ താടിയല്ലുകൾ മുറുകി. തന്റെ ഉള്ളം കൈയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഋതുവിന്റെ ആ മുടിപ്പിൻ അവന്റെ ചർമ്മത്തെ പൊള്ളിക്കുന്നത് പോലെ അവൻ പുറമേ ശാന്തനായി നടിച്ചു. ഇല്ല മന്ത്രിപ്രമുഖ, കൊലയാളി വളരെ വൈദഗ്ധ്യമുള്ളവനാണ്. സംശയാസ്പദമായി ഒന്നും തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ചെന്നിച്ചേരിയുടെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. അയാൾ ആര്യന്റെ അരക്കെട്ടിലെ ചെറിയ സഞ്ചിയിലേക്ക് അർത്ഥഗർഭമായി ഒന്ന് നോക്കി. താങ്കൾ കണ്ടില്ലെന്നോ? അതോ കണ്ടെത്തിയ സത്യങ്ങൾ ആർക്കോ വേണ്ടി ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? രാജ്യത്തിന്റെ വീരസൈന്യാധിപന്റെ വിശ്വസ്തത ഇപ്പോൾ രാജ്യത്തോടാണോ അതോ മറ്റാരോടെങ്കിലുമാണോ? എനിക്ക് സംശയം തോന്നുന്നു. ആര്യൻ ഒന്ന് ഞെട്ടി. താൻ കരുതുന്നതിനേക്കാൾ എത്രയോ മുന്നിലാണ് ചെന്നിച്ചേരി തന്റെ ചതിക്കുഴികൾ ഒരുക്കിയിരിക്കുന്നത് എന്നവൻ ഭീതിയോടെ തിരിച്ചറിഞ്ഞു. ഇതേസമയം മുറിയുടെ ഒരു മൂലയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഋതുവിന്റെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നി. അവരുടെ ഉള്ളിൽ ഭയാനകമായ ഒരു കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. ഒരു വശത്ത് താൻ ജീവൻ തുല്യം സ്നേഹിക്കുന്ന രാജ്യത്തോടും പൊന്നുതമ്പ്രാനോടുമുള്ള കടപ്പാട്, മറുവശത്ത് കാലങ്ങൾക്കിപ്പുറം തിരികെ കിട്ടിയ തന്റെ പ്രണയം. തനിക്ക് വേണ്ടി ആര്യനിപ്പോൾ ഒരു കുറ്റവാളിയായി മാറുന്നത് അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ ഇതിനെല്ലാം മുകളിലായി ഏതോ ഒരു ഇരുട്ടറയിൽ മരണത്തെ മുഖാമുഖം കണ്ട് ഏടത്തി എന്ന് വിളിച്ച് നിലവിളിക്കുന്ന തന്റെ കുഞ്ഞനിയൻ കണ്ണന്റെ മുഖം അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. തന്റെ സ്വന്തം ചോരയെ രക്ഷിക്കണോ അതോ തന്റെ ആത്മാവിനെ രക്ഷിക്കണോ എന്ന ചോദ്യം അവളുടെ തല പെരുപ്പിച്ചു. ആര്യന്റെ കൈകൾ സഞ്ചിക്ക് മുകളിൽ മുറുകുന്നതും മന്ത്രിയുടെ പടയാളികൾ തങ്ങൾക്ക് ചുറ്റും വട്ടം കൂടുന്നതും അവൾ കണ്ടു. രക്ഷപ്പെടാൻ വഴിയില്ലാത്ത വിധം അവർ രണ്ടുപേരും ചെന്നിച്ചേരി നെയ്ത ചതിയുടെ ചിലന്തി വലയിൽ ഒരേ സമയം കുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കുമാരപുരം കൊട്ടാരത്തിന്റെ ആഴങ്ങളിലുള്ള ഭൂഗർഭാറകളിൽ സൂര്യപ്രകാശം എത്താറില്ല. അവിടെ തങ്ങി നിൽക്കുന്ന ഈർപ്പത്തിനും ഇരുട്ടിനും മരണത്തിന്റെ ഗന്ധമായിരുന്നു. ചെന്നിച്ചേരി രാഘവൻ തന്റെ മനോധർമ്മം പോലെ മാറ്റിയെടുത്ത ആ തടവറയുടെ ഓരോ കല്ലിനും 1000 രഹസ്യങ്ങൾ പറയാനുണ്ടാകും. ഋതുമന്ത്രയെ പടയാളികൾ ആ ഇരുട്ടറയിലേക്ക് തള്ളിവിട്ടു. അവളുടെ കൈകളിലെ വിലങ്ങുകൾ കിലുങ്ങി. മുന്നിൽ ചെന്നിച്ചേരി ഒരു മരക്കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് പടരുന്ന വിളക്കിന്റെ വെളിച്ചം ആ കണ്ണുകളിലെ ക്രൂരതയെ കൂടുതൽ ഭീകരമാക്കി. രാജകുമാരന്റെ രക്ഷകയായി അഭിനയിച്ച് കയ്യടി നേടുമ്പോൾ നീ ഒരു കാര്യം മറന്നുപോയി, ചെന്നിച്ചേരി ശാന്തമായി പറഞ്ഞു. അയാൾ തന്റെ അടുത്തു നിന്നും രക്തം പുരണ്ട ഒരു ചെറിയ മാല പുറത്തെടുത്തു. തുളസിമണികൾ കോർത്ത ആ മാല കണ്ടതും ഋതുവിന്റെ ശ്വാസം നിലച്ചു. കണ്ണൻ! അവൾ അലറി. അവനെ എന്തു ചെയ്തു? ഋതു തകർന്ന നിലത്തിരുന്നു. ഇല്ല, ചത്തിട്ടില്ല. ഇത് അവന്റെ മാലയാണ്. ഇന്ന് രാവിലെ അവൻ അല്പം വികൃതി കാണിച്ചു. അതുകൊണ്ട് പടയാളികൾക്ക് ചെറിയൊരു ശിക്ഷ നൽകേണ്ടി വന്നു. ഇതിലെ മണികളിൽ പതിഞ്ഞ ചോര അവന്റെയാണ്. അയാൾ അവളുടെ നേരെ ആ മാല എറിഞ്ഞു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ അതെടുത്ത് നോക്കിയപ്പോൾ കണ്ണന്റെ ചോരയുടെ ഗന്ധം ആ മാലയിൽ ഇപ്പോഴുമുണ്ടെന്ന് തോന്നിപ്പോയി. നീ ചെയ്ത തെറ്റിന് അവന്റെ മാലയല്ല, അവന്റെ തലയായിരുന്നു ഞാൻ നിനക്ക് തരേണ്ടിയിരുന്നത്, അയാൾ കണ്ണുരുട്ടി അവളോട് പറഞ്ഞു. പ്രഭു, ഞാൻ ശ്രമിച്ചു. പക്ഷെ ആര്യൻ, അവൻ എന്നെ സംശയിക്കുന്നുണ്ട്. എനിക്കവനെ ഭയമാണ്. അയാൾ സൂക്ഷ്മതയോടെ അവളെ നോക്കി. ഞാൻ സത്യമാണ് പറയുന്നത്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് എന്റെ അനുജന്റെ ജീവനാണ്. ബാക്കിയെല്ലാം എനിക്ക് രണ്ടാമതാണ്. എന്റെ ജീവൻ പോലും. അവനെ രക്ഷിക്കുവാനായി ഏതറ്റവും വരെ പോകാൻ ഞാൻ ഒരുക്കമാണ്. അവിടുന്നും എന്നെ വിശ്വസിക്കണം. എനിക്ക് ഒരവസരം കൂടി തരൂ. അവൾ അയാളുടെ കാലിലേക്ക് വീണു. അയാളുടെ മനസ്സിൽ കണക്കുകൂട്ടലുകളാണ്.
രാജകുമാരൻ മാത്രമല്ല, ആര്യനും തനിക്കെന്നും ഒരു ശത്രുവാണ്. മഹാരാജാവിന് തന്നെക്കാളും വിശ്വാസം ആര്യനില്ലായിരുന്നു. അവനെയും ഇല്ലാതാക്കുക തന്റെ ആവശ്യമാണ്. ശരി, നിനക്ക് ഞാനൊരവസരം കൂടി തരാം, അയാൾ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി. നാളെ സന്ധ്യയ്ക്ക് യുവരാജാവ് വെള്ളായണി കായലിൽ വഞ്ചിസവാരിക്ക് പോകുന്നുണ്ട്. കൂടെ ആര്യനും കാണും. ആ യാത്രയിൽ രാജകുമാരൻ മരിക്കണം. ഒരമ്പും വില്ലുമില്ലാതെ, ഒരു ശബ്ദവുമില്ലാതെ. വിഷം, കൂടിയ ഇനം വിഷം നൽകി കൊല്ലണം. അത് നിന്റെ കൈകൊണ്ടായിരിക്കണം. ചെന്നിച്ചേരി എഴുന്നേറ്റ് അവളുടെ അരികിൽ വന്നു. ഓർക്കുക, ഇത് നിന്റെ അവസാനത്തെ അവസരമാണ്. ആദിത്യവർമ്മൻ മരിച്ചില്ലെങ്കിൽ നിന്റെ അനുജന്റെയും നിന്റെയും ശവം പുഴയിൽ പൊന്തും. അടുത്ത ദിവസം സന്ധ്യ. വെള്ളായണി കായലിലെ ശാന്തമായ ഓളങ്ങൾക്കിടയിലൂടെ രാജകീയ പല്ലക്ക് വഞ്ചി നീങ്ങി. പടിഞ്ഞാറൻ ആകാശം ചോരച്ചുവപ്പിൽ മുങ്ങി നിൽക്കുന്നു. യുവരാജാവായ ആദിത്യവർമ്മൻ വഞ്ചിയുടെ അറ്റത്തിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്. തൊട്ടടുത്ത് നിഴല് പോലെ ആര്യൻ. അവന്റെ കൈ എപ്പോഴും വാൾത്തുമ്പിലായിരുന്നു. ഋതുമന്ത്ര വഞ്ചിയുടെ ഒരു മൂലയിലിരുന്നു. അവളുടെ മടിയിൽ രാജകുമാരന് നൽകാനുള്ള ഇളനീരുമുണ്ട്. അവൾ ലോകത്തിലെ ഏറ്റവും മാരകമായ കാട്ടുചേരയുടെ വിഷം അതിൽ കലർത്തിക്കഴിഞ്ഞിരുന്നു. ആ പാനീയം ഒരു തുള്ളി അകത്ത് ചെന്നാൽ നിമിഷങ്ങൾക്കകം ഹൃദയം നിലയ്ക്കും. ഋതു, ആദിത്യവർമ്മൻ വിളിച്ചു. യുവരാജൻ, അവൾ പെട്ടെന്ന് കുമാരനെ നോക്കി. നീ എന്താണ് ആലോചിക്കുന്നത്? നിന്റെ മുഖത്ത് ആ പഴയ തെളിച്ചമില്ലല്ലോ. ഋതു ഒന്ന് ഞെട്ടി. ഒന്നുമില്ല തമ്പുരാനെ, കാറ്റും തണുപ്പും കാരണം. നമ്മുടെ രാജ്യം ഒരു വലിയ മാറ്റത്തിനൊരുങ്ങുകയാണ് ഋതു, ആദിത്യവർമ്മൻ തുടർന്നു. പട്ടാഭിഷേകം കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ കണ്ണുനീരൊപ്പുക എന്നതാണ്. ചെന്നിച്ചേരിയെ പോലുള്ളവർ അധികാരം ദുരുപയോഗം ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. രാജകുമാരന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഋതുവിന്റെ കൈകൾ വിറച്ചു. ഇത്രയും നല്ലൊരു മനുഷ്യനെയാണോ താൻ കൊല്ലാൻ പോകുന്നത്? അവൾ ആര്യനെ നോക്കി. ആര്യൻ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ സംശയമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി അവളോടുള്ള ഒരുതരം കരുതലുണ്ടായിരുന്നു. പെട്ടെന്ന് വഞ്ചി ചെറുതായൊന്ന് ഉലയാൻ തുടങ്ങി. ആര്യൻ മിന്നൽ വേഗത്തിൽ ഋതുവിനെ പിടിച്ചു. സൂക്ഷിക്കണം, ആര്യൻ മന്ത്രിച്ചു. അവന്റെ കൈ അവളുടെ തോളിൽ അമർന്നു. ആ സ്പർശനത്തിൽ അവൾക്ക് തോന്നി അവൻ എല്ലാം അറിയുന്നുണ്ടെന്ന്. തന്നെ ശിക്ഷിക്കാനല്ല, മറിച്ച് ഈ പാപത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. രാജകുമാരനോടുള്ള അവന്റെ വിശ്വസ്തതയും ഋതുവിനോടുള്ള അവന്റെ സ്നേഹവും തമ്മിലുള്ള ഒരു യുദ്ധം അവന്റെ കണ്ണുകളിൽ അവൾ കണ്ടു. വിഷം കലർത്തിയ പാത്രം അവൾ കയ്യിലെടുത്തു. രാജകുമാരൻ അത് കുടിക്കാൻ തയ്യാറായി. ഈ നിമിഷം, ഇത് കഴിഞ്ഞാൽ തനിക്ക് കണ്ണനെ തിരികെ കിട്ടും. പക്ഷേ ആര്യൻ ഒരു കൊലപാതകിയെ പ്രണയിച്ചവനായി മുദ്രകുത്തപ്പെടും. രാജകുമാരൻ എന്ന നല്ല ഭരണാധികാരി ഈ രാജ്യത്തിന് നഷ്ടമാകും. സ്നേഹം വഞ്ചനയേക്കാൾ വലുതാണോ? അവളുടെ ഉള്ളിൽ ഒരു ദാർശനിക ചിന്ത മിന്നിമറഞ്ഞു. തന്റെ ചോരയെ രക്ഷിക്കാൻ മറ്റൊരു നിരപരാധിയുടെ ചോര ചിന്തുന്നത് ധർമ്മമാണോ? രാജകുമാരൻ പാത്രം ചുണ്ടോടടുപ്പിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ എത്ര ദുഷ്ടയാണ്! പെട്ടെന്ന് ഋതുവിന്റെ വിരലുകൾ ചലിച്ചു. അവൾ മനഃപൂർവ്വം വഞ്ചിയുടെ ഒരു വശത്തേക്ക് ചെരിഞ്ഞു. പാത്രത്തിലെ പകുതിയിലധികം പാനീയം കായലിൽ വീണു. ബാക്കിയുള്ളതിൽ അവൾ വേഗത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു ഔഷധപ്പൊടി കലർത്തി. അത് വിഷത്തിന്റെ തീവ്രത കുറയ്ക്കും, പക്ഷേ കുടിക്കുന്ന ആൾക്ക് കഠിനമായ ഛർദിയും ബോധക്ഷയവും ഉണ്ടാക്കും. മരണമല്ല, മറിച്ച് മരണത്തിന് സമാനമായ ഒരവസ്ഥ. രാജകുമാരൻ അത് കുടിച്ചു. നിമിഷങ്ങൾക്കകം അദ്ദേഹം വഞ്ചിയുടെ തറയിലേക്ക് കുഴഞ്ഞു വീണു. തമ്പുരാനെ! ആര്യൻ അലറി. അവൻ രാജകുമാരനെ താങ്ങിപ്പിടിച്ചു. ഋതു ഭയന്നതുപോലെ അഭിനയിച്ചു. എന്തുപറ്റി? പാനീയത്തിൽ എന്തെങ്കിലും? ആര്യൻ അവളെ നോക്കി. ആ നോട്ടം അവളുടെ ആത്മാവിനെ തുളച്ചു കയറുന്നതായിരുന്നു. അവൾ വിഷം നൽകിയെന്ന് അവനറിയാം, പക്ഷേ അവൾ അത് മാറ്റം വരുത്തിയെന്നും അവൻ തിരിച്ചറിഞ്ഞു. കരയിൽ പടയാളികൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബോധരഹിതനായ രാജകുമാരനെ അവർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ചെന്നിച്ചേരി ദൂരത്തുനിന്ന് ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. രാജകുമാരൻ മരിച്ചിട്ടില്ലെന്ന് അയാൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. രാത്രിയുടെ ഇരുട്ടിൽ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ചെന്നിച്ചേരിയും അയാളുടെ വിശ്വസ്തനായ പടയാളിയും സംസാരിക്കുകയായിരുന്നു. അവൾ വിചാരിച്ചത് എന്നെ പറ്റിക്കാമെന്നാണ്. ചെന്നിച്ചേരിയുടെ ശബ്ദം ഒരു കൊടുങ്കാറ്റ് പോലെ പരുക്കനായിരുന്നു.
രാജകുമാരൻ മരിച്ചിട്ടില്ല. അവൾ അവനെ രക്ഷിച്ചു. അതിലുപരി ആ ആര്യനെ രക്ഷിക്കാനാണ് അവൾ നോക്കുന്നത്. അവർ തമ്മിലുള്ള ബന്ധം ഞാൻ വിചാരിച്ചതിനേക്കാളും ആഴമുള്ളതാണ്. ചെന്നിച്ചേരി തന്റെ പടവാൾ ഉറയിലിട്ടു. അയാളുടെ കണ്ണുകളിൽ ഒരു രാക്ഷസീയമായ തിളക്കം. ഋതുമന്ത്രയുടെ ആട്ടം കഴിഞ്ഞു. അവൾ ഇനി നമുക്കൊരു ബാധ്യതയാണ്. അവൾക്ക് സ്നേഹമാണല്ലോ വലുത്. എങ്കിൽ ആ സ്നേഹം തന്നെ അവളുടെ അന്ത്യത്തിന് കാരണമാകട്ടെ. അയാൾ പടയാളിയുടെ അരികിലേക്ക് നീങ്ങി വളരെ താഴ്ന്ന സ്വരത്തിൽ ആ കൽപ്പന നൽകി. ഇന്ന് രാത്രി ആ ഇരുട്ടറയിൽ വെച്ച് ആ കുട്ടി മരിക്കണം. കണ്ണന്റെ അന്ത്യം ഇന്ന് രാത്രിയായിരിക്കും. എന്നിട്ട് ആ കൊലപാതകം ആര്യന്റെ തലയിൽ കെട്ടിവെക്കണം. നാളെ നേരം വെളുക്കുമ്പോൾ ഋതുമന്ത്രയ്ക്കും ആര്യനും ഈ ഭൂമിയിൽ ഇടമുണ്ടാകരുത്. തടവറയുടെ ഇരുട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കണ്ണന്റെ അടുത്തേക്ക് ഒരു നിഴൽ കത്തിയും പിടിച്ച് നീങ്ങുന്നത് കാണാം. കൊട്ടാരത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഒന്നും അറിയാതെ ആര്യനെ രക്ഷിച്ച ആശ്വാസത്തിൽ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ഋതുമന്ത്ര. വിധി അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന് തിരശ്ശീല ഉയർത്തുകയായിരുന്നു.